ശ്രീ പി സുമോദ്, നിങ്ങൾക്ക് 10 മിനിറ്റ്. സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയും സാർ, ഇത് കൂടോത്രം വല്ലാത്ത രൂപത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മുടെ നാട് ചർച്ച ചെയ്യുന്നൊരു കാലമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ദൃശ്യമാധ്യമങ്ങളിൽ ഇതിനെ സംബന്ധിച്ചെല്ലാം വലിയ വാർത്തകൾ വന്നു. സാർ, ഇന്നേ വരെ കേൾക്കാത്ത കാര്യം KPCCയുടെ പ്രസിഡന്റ് കെ സുധാകരൻ്റെ വീട്ടിലും ഓഫീസിലുമെല്ലാം തകിടും കൂടോത്രത്തിൻ്റെ സാമഗ്രികളുമെല്ലാം വെച്ചിട്ടുണ്ട് എന്നത് പ്രബുദ്ധമായ ഈ രാഷ്ട്രീയ കേരളം ഏറെ പുച്ഛത്തോടു കൂടി തള്ളിക്കളയേണ്ട ഒരു കാര്യമാണ്. സാർ, അന്ധവിശ്വാസത്തിനും ആഭിചാരവുമെല്ലാം എത്രമാത്രം കോൺഗ്രസ് നേതാക്കന്മാരെ ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. സാർ, പുരോഗമനം പ്രസംഗത്തിലും പ്രവൃത്തിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചിന്തയുമാണ് ഈ നേതാക്കൾക്കുള്ളത്. അന്ധവിശ്വാസത്തിനെതിരെ നിയമം പാസാക്കിയ നാട്ടിൽ സമൂഹത്തെ നേർവഴിക്ക് നയിക്കേണ്ട നേതാക്കൾ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് പുറകെ പോകുന്നത് ശരിയല്ല. സാർ, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് മിഥുനം സിനിമയാണ്. ആ സിനിമ 90കളിൽ ഇറങ്ങിയ സിനിമയാണ്. മോഹൻലാലും അതോടൊപ്പം തന്നെ ജഗതി ശ്രീകുമാറും നെടുമുടി വേണുവെല്ലാം അഭിനയിച്ച തേങ്ങയുടക്ക് സ്വാമി എന്ന് നെടുമുടി വേണുവിനോട് ജഗതി അലറിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് പോലെ ഒരു പക്ഷേ മിഥുനത്തിൻ്റെ 2ാം ഭാഗം സിനിമ ഇനി കേരളത്തിൽ ഇറങ്ങിയാൽ പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ആ സിനിമയിൽ അഭിനയിക്കാൻ ആവശ്യമായ ഒരു അവസരം ഈ ഒരു അവസരത്തിൽ ഉണ്ടാകുമെന്ന് ഈ സഭയുടെ മുമ്പാകെ പറയുന്നു. സാർ, ഇവിടെ ഈ കേരളത്തിനകത്ത് പൊതുവിൽ പട്ടികജാതി ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റാണ്. അടിസ്ഥാനപരമായി അവരെ ഉയർത്തണമെങ്കിൽ വിദ്യാഭ്യാസം, തൊഴിൽ, പശ്ചാത്തല വികസനം, അതോടൊപ്പം തന്നെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉൾപ്പെടെ വർദ്ധിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സാർ, 2024 ഫെബ്രുവരി 24 കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മുഖാമുഖം പരിപാടി, ആ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ആലക്കോട് സ്വദേശി ഗോപിക ഗോവിന്ദൻ എന്ന് പറയുന്ന പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ എയർ ഹോസ്റ്റസ് സംസാരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. പിൻ ഡ്രോപ്പ് സൈലൻ്റായാണ് ആ മുഖാമുഖം സദസ്സ് ആ പെൺകുട്ടിയുടെ പ്രസംഗം കേട്ട്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് വല്ലാത്ത രൂപത്തിൽ പ്രയാസം നേരിട്ട ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ച ഗോപിക ഗോവിന്ദൻ എങ്ങനെയാണ് ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വിങ്സ് പദ്ധതിയുടെ സാധ്യത ഉപയോഗപ്പെടുത്തി കേരളത്തിൻ്റെ ചരിത്രത്തിൽ പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ എയർ ഹോസ്റ്റസായി മാറിയത് എന്ന് ഏറെ അഭിമാനത്തോടു കൂടി കേട്ടിരിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള MLA-മാർക്ക് സാധിച്ചു. സാർ, ഇവിടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് തളിപ്പറമ്പ് സ്വദേശിയ സങ്കീർത്തൻ ഉൾപ്പെടെ പൈലറ്റ് പരിശീലനം പൂർത്തിയാക്കി വിജയകരമായി ആ നിലയിലേക്ക് മാറുന്ന കാഴ്ച ഉൾപ്പെടെ ഈ ഗവൺമെൻറ് കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൻ്റെ മണ്ണിൽ നടപ്പിലാക്കിയ വിങ്സ് പദ്ധതി പോലെയുള്ള പദ്ധതികൾ എത്രമാത്രം സഹായകരമായിട്ടുണ്ട്, പ്രത്യേകിച്ച് പട്ടികജാതി ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാർ, ഇതുപോലെ തന്നെയാണ് വിദേശ വിദ്യാഭ്യാസം. അപ്പം ഞാൻ 2001 മുതൽ 10 വരെയാണ് എൻ്റെ PG BEd കാലം. ഞാൻ ഉൾപ്പെട്ട തലമുറ അന്ന് സ്വപ്നം കാണാൻ സാധിക്കാത്തൊരു മേഖലയായിരുന്നു ഉന്നത സർവകലാശാലകളിലെ പഠനം. എന്നാൽ സാർ, ഇപ്പോൾ 717 വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ലോകത്തിലെ വിവിധ സർവകലാശാലകളിലേക്ക് പറന്നുയരാനും അവർക്ക് അവിടെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നേടാനും സാധിച്ചത്. ഒരു കാലത്ത് വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച് ജീവിക്കുന്നവർക്ക് മാത്രം സാധിച്ചിരുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനും അവിടെ വിദേശ സർവകലാശാലകളിൽ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ പഠനം സാധ്യമാകാനും സാധിക്കുന്ന രൂപത്തിലേക്ക് ഒരു വിദ്യാർത്ഥിക്ക് 25 ലക്ഷം രൂപയാണ് ഗ്രാന്റ് നൽകുന്നത്. ചെറിയ കാര്യമല്ല. 717 വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ വിദേശ സർവകലാശാലകളിൽ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ ആവശ്യമായ അവസരം സാർ ഈ ഗവൺമെൻറ് നൽകി എന്നത് ചെറിയ കാര്യം. സാർ, പഠനമുറി, ഇതോടൊപ്പം തന്നെ 10,000 പഠനമുറികളാണ് കഴിഞ്ഞ ഒരു 8 വർഷത്തിനുള്ളിൽ കേരളത്തിലാകെ അനുവദിച്ചത്. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ വീട് അത് ചിലപ്പോൾ ഒരു 300 സ്ക്വയർ ഫീറ്റ് ആവും, ചിലപ്പോൾ 400 സ്ക്വയർ. ഇങ്ങനെ പരിമിതമായ സൗകര്യങ്ങളുള്ള അങ്ങേയറ്റം കുടുസായ വീടുകളിൽ പഠിച്ചിരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് പഠനമുറിയുടെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സ്വസ്ഥമായി പഠിക്കാനും പഠനത്തിലൂടെ ഉന്നതമായ രൂപത്തിലേക്ക് വളരാനും വേണ്ടി സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ MRS സ്കൂളുകളിലെ റിസൾട്ട് 872 കുട്ടികൾ SSLC പരീക്ഷ എഴുതി, എല്ലാവരും പാസ്സായി. 42 കുട്ടികൾക്ക് A+ ഉണ്ട്. സാർ, ഇത് കാണിക്കുന്നത് ഭക്ഷണം, വസ്ത്രം, താമസം ഉൾപ്പെടെയുള്ള
എല്ലാ കാര്യങ്ങളും സൗജന്യമായി കൊടുക്കാൻ വേണ്ടി MRS സ്കൂളുകൾ കേരളത്തിലൊക്കെ അതിന് സാധ്യമാകുന്ന രൂപത്തിലേക്ക് ഗവൺമെന്റ് വളരെ കൃത്യതയോടുകൂടി ഇടപെടുന്നു എന്ന് MRS സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാർ, അതോടൊപ്പം തന്നെ ഇവിടെ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പ്രത്യേകിച്ച് ടൂറിസം മേഖലക്കകത്ത് നടപ്പിലാക്കിയ പ്രത്യേകമായ പദ്ധതിയാണ് എൻ്റെ ഊര് ഗോത്ര പൈതൃക ഗ്രാമം. ഇനി കേരളത്തിൻ്റെ സാധ്യത ഒന്ന് ബയോടെക്നോളജി, 2 ഇൻഫർമേഷൻ ടെക്നോളജി, മറ്റൊന്ന് ടൂറിസം. ഇപ്പോൾ ടൂറിസം രംഗത്ത് വയനാടിൻ്റെ ആ ജില്ലയിലെ പട്ടികവർഗ സമൂഹത്തിൻ്റെ നേർചിത്രങ്ങൾ എങ്ങനെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള, ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് കാഴ്ച ഒരുക്കുന്നത് എന്ന നിലയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രൈബൽ ടൂറിസം പദ്ധതിയായി വയനാട് ജില്ലയിൽ എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതിക്ക് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ പദ്ധതി കേരളത്തിലാകെ നമുക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മണ്ഡലത്തിലെ അട്ടപ്പാടി പ്രദേശം, ഇപ്പോൾ അയ്യപ്പനും കോശിയും എന്ന സിനിമയ്ക്ക് ശേഷം ആയിരക്കണക്കിന് വരുന്ന സഞ്ചാരികളാണ് ആ പ്രദേശത്ത് വന്നു പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ കോയമ്പത്തൂർ ഉൾപ്പെടെയുള്ള സ്ഥലത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പ്രദേശത്തേക്ക് വരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വയനാട് പോലെ തന്നെ അട്ടപ്പാടിയിലും അതോടൊപ്പം തന്നെ നെന്മാറ ഉൾപ്പെടുന്ന നെല്ലിയാമ്പതി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് തീർച്ചയായും ഇത്തരത്തിലുള്ള പദ്ധതികൾ വ്യാപിപ്പിച്ചാൽ തീർച്ചയായും ആ നിലയിലേക്കുള്ള ഒരു സാധ്യത അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാർ, നിയമസഭാ സമിതിയുടെ ഭാഗമായി എൻ്റെ എടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട രാജ MLA-യുടെ നാടുകൂടിയ മണ്ഡലത്തിൻ്റെ ഭാഗമായി ഇടമലക്കുടി ഗ്രാമത്തിലേക്ക് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി സാധിച്ചു. അങ്ങേയറ്റം ദുർഘടമായ പാത, അങ്ങനെയാണ് യാത്ര ചെയ്തത്. എന്നാൽ ആ ചിത്രം മാറുകയാണ്. ഈ ഗവൺമെന്റ് റോഡിന് മാത്രം 13.25 കോടിയാണ് ഇടമലക്കുടി പഞ്ചായത്തിലേക്ക് അനുവദിക്കപ്പെട്ടത്. 2000-ഓളം വരുന്ന നിവാസികളുള്ള ആ ഒരു കേരളത്തിലെ ഏറ്റവും ചെറിയ ഒരു പഞ്ചായത്തിനെ എത്ര കരുതലോടുകൂടിയാണ് ഈ ഗവൺമെന്റ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. സർ, 40 കിലോമീറ്റർ ദൂരമാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇട്ടുകൊണ്ട് BSNL-ന്റെ സൗകര്യം അവിടെ ഏർപ്പെടുത്തുന്നത്, ആശുപത്രി സൗകര്യം, അതോടൊപ്പം തന്നെ സ്കൂളിന് സൗകര്യം, ഇങ്ങനെ തുടങ്ങി ഒരു ഗ്രാമത്തെ, ഒരു പഞ്ചായത്തെ എത്ര കരുതലോടുകൂടിയാണ് ഈ ഗവൺമെന്റ് ഉയർത്തിക്കൊണ്ടുവന്ന് നമുക്ക് കാണാൻ വേണ്ടി. സാർ, പാലക്കാട് മെഡിക്കൽ കോളേജ്, പാലക്കാട് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. പ്രിയപ്പെട്ട അനിൽകുമാർ മന്ത്രിയായിരിക്കുന്ന കാലത്ത് ആരംഭിച്ചത്. എന്നാൽ പിന്നീട് അത് തിടുക്കപ്പെട്ട് ആരംഭിച്ചതിൻ്റെ ഭാഗമായി അതിൻ്റെ അംഗീകാരം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായി. ആ ഘട്ടത്തിലാണ് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ പട്ടികജാതി വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ AK ബാലൻ കേന്ദ്ര ഗവൺമെന്റിൽ പോയി ഈ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് അംഗീകാരം തിരിച്ചു പിടിച്ചത്. ഇപ്പോൾ അവിടെ 2021 10 OP സംവിധാനം പ്രവർത്തിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് 3 വാർഡിൽ 120 രോഗികൾക്ക് സൗകര്യമുള്ള കിടക്കളോടുള്ള സംവിധാനം അവിടെ വരുന്നത്. എന്നാൽ അവിടേക്ക് ഇനിയും കൂടുതൽ ജീവനക്കാരെയും അതോടൊപ്പം തന്നെ അധ്യാപകർ ഉൾപ്പെടെ ഡോക്ടർമാരെയും എല്ലാം വിന്യസിച്ചാൽ നമുക്ക് പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും കിടത്തി ചികിത്സയുടെ സൗകര്യത്തോടു കൂടി പാലക്കാട് മെഡിക്കൽ കോളേജ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. സാർ, അതിൻ്റെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ പട്ടികജാതിയിൽപ്പെട്ട MLA-മാരെ ഉൾപ്പെടുത്താൻ ആവശ്യമായ തീരുമാനം കൂടി എടുക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാകണം. സാർ, എൻ്റെ മണ്ഡലത്തിൽ 2 പ്രധാനപ്പെട്ട സംരംഭങ്ങൾ, ഒന്ന് കമ്മ്യൂണിറ്റി കോളേജാണ്. കേരളത്തിലെ ഏക കമ്മ്യൂണിറ്റി കോളേജ് എൻ്റെ മണ്ഡലം വടക്കുംചേരി സെൻറ്ററിലാണ്. 2 വർഷം പഠിച്ചിറങ്ങിയാൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ജോലി, പ്ലേസ്മെൻറ്റോടുകൂടി ജോലിയാണ്. ആ കമ്മ്യൂണിറ്റി കോളേജിന് സ്വന്തമായ കെട്ടിടത്തിലേക്ക് ഏതാണ്ട് 90% പണിയും പൂർത്തീകരിച്ച് നമുക്ക് ഈ വർഷം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി സാധിക്കണം. തീർച്ചയായും ആ സ്ഥാപനത്തിൽ തന്നെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ആ മണ്ഡലത്തിൽ തന്നെയുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓഫീസ്, അതിൻ്റെ സ്ഥാപനം കൂടി ഈ പറയുന്ന കമ്മ്യൂണിറ്റി കോളേജിലേക്ക് വന്നാൽ പൊതുവിൽ ഇപ്പോൾ വാടക ഇനത്തിൽ കൊടുക്കുന്ന ഏതാണ്ട് 1.5 ലക്ഷം രൂപ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ കാവശ്ശേരി പഞ്ചായത്തിലെ കെൽപ്പാം റൈസ് മിൽ, ആ മില്ല് നമുക്ക് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിലോ നമുക്ക് അത് പദ്ധതി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് അല്ലെങ്കിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. തീർച്ചയായും ആ പദ്ധതി വന്നാൽ കുറേയേറെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജോലി ലഭിക്കാൻ സാധിക്കുന്ന പദ്ധതിയായി ആ പദ്ധതി മാറും. തീർച്ചയായും ഈ കേരളത്തിനകത്ത് ദേവസ്വം നിയമനങ്ങളിലെല്ലാം ഏറ്റവും ശ്രദ്ധയോടുകൂടി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. തീർച്ചയായും ആ നിലയിലേക്കുള്ള മാറ്റത്തിലേക്ക് കേരളം വരുമ്പോൾ തീർച്ചയായും നമുക്ക് എയ്ഡഡ് മേഖലയിൽ ഉൾപ്പെടെ അതിൻ്റെ സാധ്യതകൾ, സംവരണത്തിൻ്റെ സാധ്യതകൾ ഉൾപ്പെടെ നിയമനങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ കേരളത്തിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. ഇവിടെ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായി ഈ ഒട്ടേറെ വർഷക്കാലം
ഇവിടെ നിയമസഭയിൽ മന്ത്രിയും MLA-യും ഒക്കെയായി പ്രവർത്തിച്ച സഖാവ് K. രാധാകൃഷ്ണനെ പാർലമെന്റിലേക്ക് നാടുകടത്തി എന്ന നിലയിലേക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിന് നിരക്കാത്ത പരാമർശം ബഹുമാനപ്പെട്ട മെമ്പർ മഞ്ഞളാംകുലിയാലിയുടെ ഭാഗത്തുനിന്നുണ്ടായി. സാർ, ഈ രാജ്യത്താകമാനം കഴിഞ്ഞ 10 വർഷം എന്നത് പട്ടികജാതി ജനവിഭാഗങ്ങൾക്കെതിരെ വലിയ കടന്നാക്രമണം നടന്നൊരു കാലമാണ്. RSSന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം സംവരണം എടുത്തു കളയുക എന്നതാണ്. അങ്ങേയറ്റത്തെ പ്രയാസകരമായ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന്റെ ശബ്ദമായി ഉയരാൻ വേണ്ടിയാണ് 5 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ആലത്തൂർ പാർലമെന്റ് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി സഖാവ് K. രാധാകൃഷ്ണൻ മത്സരിച്ചത്. പ്ലീസ് കൺക്ലൂഡ്. മത്സരിക്കുക മാത്രമല്ല, ജയിച്ച് ഈ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് CPM-ന്റെ കക്ഷി നേതാവായി പോയ ആ സഖാവിനെ സംബന്ധിച്ച് മോശം പരാമർശം നടത്തിയത് പിൻവലിച്ച് മാപ്പ് പറയാൻ ആവശ്യമായ തീരുമാനത്തിലേക്ക് ബഹുമാനപ്പെട്ട അംഗം അത് തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് അഭ്യർത്ഥന ഒരിക്കൽ കൂടി ഞാൻ അവസാനിപ്പിക്കും.